ഇനിയിപ്പോ ഇതെല്ലാം കൂടി നിന്നെ ഏൽപ്പിച്ചാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. എനിക്കെന്റെ മോളോടൊപ്പം കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കണം. ഏട്ടത്തെ ഏൽപ്പിക്കുന്ന എന്ത് ജോലി ചെയ്യാനും ഞാൻ റെഡിയാ. പോരെ? അവിടുത്തെ സ്വാമിജി ചികിത്സിച്ച ഉറപ്പായിട്ടും ഫലം ഉണ്ടാവുന്ന അവൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെ മാത്രമേ ഉള്ളൂ ഈ കുടുംബത്തിന്റെ സമാധാനം. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവൻ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? എങ്ങനെയെങ്കിലും അവൻ അവളെയും കൊണ്ട് ട്രീറ്റ്മെന്റിന് പോകുന്നത് മുടക്കണം. നമ്മൾ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല. ആ, നമുക്ക് രാജീവിനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാലോ? ആ, നല്ല കഥയായി. ഒന്നാമതേ അയാൾക്ക് സംസാരിക്കാൻ വയ്യ. പിന്നെ പഴയതുപോലെ അല്ല ഇപ്പൊ രാജീവേട്ടന്റെ സ്വഭാവം. നമ്മളെക്കാളൊക്കെ രാജീവേട്ടന് ഇഷ്ടം ഇപ്പൊ അവളോടാ. ഒരേ വയറ്റി പിറക്കാത്ത സ്വന്തം സഹോദരിയാണ് അവളെന്നാ അയാൾ പറയുന്നേ. അത് മാത്രമല്ല, എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുകയാണെങ്കിലും രാജീവേട്ടനൊരു പോലീസുകാരനാ, അത് മറക്കരുത്. അതുകൊണ്ട് തൽക്കാലം രാജീവേട്ടൻ ഇത് അറിയാതിരിക്കുന്നതാ നല്ലത്. പോലീസുകാരന്റെ സ്വഭാവം ഇരുതല വാള് പോലെയാ. അതേത് സമയത്തും കൊടുത്തവന്റെ കഴുത്തറക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രതിസന്ധിയിൽ നമ്മളെ സഹായിക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റൂ. ആർക്ക്? അവന്തികയ്ക്ക്. അമ്മ അവളെ ഒന്ന് വിളിക്ക്. അല്ലെങ്കിൽ വേണ്ട, വിളിക്കണ്ട. ഫോണിലൂടെ സംസാരിച്ചാലേ അത് ചിലപ്പം പ്രശ്നമാവും. അമ്മ നേരിട്ട് പോയി അവന്തിയെ കണ്ട് കാര്യം പറഞ്ഞാ മതി. എങ്കിലേ ഇതിനൊരു തീരുമാനം ഉണ്ടാവൂ. ഇത് മുടക്കാൻ അവൾ എന്തെങ്കിലും ഒരു ബുദ്ധി പറഞ്ഞു തരും. ഇനി ഒന്നും ആലോചിക്കാനില്ല. അവന്തികയ്ക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. എടുത്തേ എവിടെ? മുകളിലുണ്ട്, വാ. അല്ല, എടുത്തിട്ട് കൈക്കെന്ത് പറ്റി? എവിടെയെങ്കിലും വീണതാണോ അതോ വേറെ എന്തെങ്കിലും പറ്റിയോ? സന്ദീപ് ഇരിക്ക്. എല്ലാവരുടെയും പ്രാർത്ഥന ഫലിച്ചു. പ്രാർത്ഥനയോ? ആരുടെ പ്രാർത്ഥനയുടെ കാര്യ എടുത്ത് പറയുന്നത്? ഞാനൊന്ന് വീണ് കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരായിരിക്കും? എന്തായാലും ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അത് ഞങ്ങൾക്കറിയാം. പക്ഷേ സാറിന്റെ വീട്ടുകാരോ? അവരെല്ലാം മാഡത്തെ ശത്രുവായിട്ടല്ലേ കാണുന്നത്. എന്റെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരിൽ ഏറ്റവും മുൻപിൽ നിന്റെ വീട്ടുകാർ തന്നെയാ. ഞാൻ നിന്നെ സഹായിക്കരുതെന്നല്ലേ അവരുടെ ആഗ്രഹം. പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് നിന്നോടുള്ള സ്നേഹം ഇല്ലാതാവില്ല. നാശത്തിലേക്ക് വീണുപോയൊരു സ്ഥലത്തുനിന്ന് നിന്നെ ഞാൻ കൈ പിടിച്ചുയർത്തി എന്റെ കൂടെ നിർത്തി. എന്റെ മനസ്സിൽ ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? ഏട്ടത്തി, അതൊക്കെ എനിക്കറിയാം. അതിന്റെയൊക്കെ നന്ദിയും കടപ്പാടും എന്നും ഏട്ടത്തിയോട് എനിക്കുണ്ടാവും. ഞാൻ മനഃപൂർവ്വം നിന്റെ വീട്ടുകാരെ ഒരിക്കലും ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാൻ സച്ചി ശ്രമിച്ചപ്പോ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്യണ്ടേ? ചിപ്പി മോളുമായിട്ട് എന്താണ് ഇത്ര അടുപ്പമെന്ന് ഞാൻ അയാളോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നും തൃപ്തികരമായ മറുപടി അയാൾ പറഞ്ഞിട്ടില്ല. എന്റെ മോളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് സന്ദീപിന് അറിയോ? ഞാൻ അവളെ അഡോപ്റ്റ് ചെയ്തതാ. പക്ഷേ ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ എനിക്കവള് മാത്രമേ ഉള്ളൂ. അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് ആരായാലും അവർക്ക് ഞാൻ തിരിച്ചടി കൊടുക്കും. ആരുമില്ലാത്തൊരു കുഞ്ഞിനെയാണ് മാഡം അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തത്. മാഡത്തിന്റെ ആ വലിയ മനസ്സ് സാറെങ്കിലും കാണാതെ പോകരുത്. എന്നോടാരും ദയ കാണിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്റെ മോളെ വെച്ച് എന്റെ കണക്ക് തീർക്കാൻ നോക്കരുത്. എന്നോട് മാത്രമല്ല, ഇപ്പോ നിന്നോട് അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. മോളെ കാണാൻ ചെന്നിട്ട് പോലും നിന്നെ അവരതിന് അനുവദിച്ചില്ലല്ലോ.
അത് ആതിരയുടെ ബുദ്ധി മാത്രമാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒരു പരിധി വരെ ഞാൻ ക്ഷമിക്കും. അത് കഴിഞ്ഞാ എന്റെ നിയന്ത്രണം വിട്ടുപോകും. അതിന്റെ കൂടെയാ സച്ചി ഇപ്പൊ എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന പുതിയ കേസ്. അതിന്റെ വിധി കൂടി എനിക്കെതിരായ എല്ലാം തികഞ്ഞു. നീയെങ്കിലും എന്നെ മനസ്സിലാക്കിയാ മതി. ഏട്ടത്തി വിഷമിക്കണ്ട. വീണുപോയപ്പോ ഒരു കൈ തന്ന് എനിക്ക് നല്ല വഴി കാണിച്ചെന്നത് ഏട്ടത്തിയാ. ആരെ എതിർക്കേണ്ടി വന്നാലും ഞാൻ ഏട്ടത്തിക്കൊപ്പം നിൽക്കൂ. അതെന്റെ കടമയാ. ഈ സ്പിരിറ്റാണ് വേണ്ടത്, അല്ലേ മാഡം? അതെ. സന്ദീപ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു വലിയ ആശ്വാസമാണ്. മറ്റാരെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്ദീപിനെ വിശ്വസിക്കാം. എനിക്ക് പുതിയൊരു ജീവിതം തന്നത് ഏട്ടത്തിയാണ്. എന്റെ മരണം വരെയും ഞാനത് മറക്കില്ല. ദാ ഈ ഫയലും നോക്കിച്ചിരുന്നാ മതി. എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. നീ വന്നതുകൊണ്ട് ഓഫീസിൽ എന്റെ പകുതി ടെൻഷൻ കുറഞ്ഞു. ഇനിയിപ്പോ ഇതെല്ലാം കൂടി നിന്നെ ഏൽപ്പിച്ചാലോന്ന് ആലോചിക്കാം ഞാൻ. എനിക്കെന്റെ മോളോടൊപ്പം കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കണം. ഏട്ടത്തെ ഏൽപ്പിക്കുന്ന എന്ത് ജോലി ചെയ്യാനും ഞാൻ റെഡിയാ. പോരെ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. മാഡം പറഞ്ഞത് സത്യമാണോ? എന്ത്? സന്ദീപിന്റെ ബിസിനസ് എല്ലാം ഏൽപ്പിക്കാൻ ആലോചിക്കുകയാണെന്ന് പറഞ്ഞ കാര്യമാണോ? അതെ. മൂർത്തി, പ്രാവുകൾക്ക് കൊത്തി തിന്നാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ധാന്യമണികളും അരികളും ഒക്കെ ഇട്ടുകൊടുക്കാറില്ലേ? ഒരു ദിവസം അവരത് കഴിച്ചിട്ട് പിറ്റേ ദിവസം വീണ്ടും പ്രതീക്ഷയോടെ വരും. അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തിട്ട് ഒടുവിൽ അവർ പൂർണ്ണമായും നമ്മളെ വിശ്വസിക്കും. പക്ഷേ താമസിക്കാതെ നമ്മൾ വിരിക്കുന്ന വലയിൽ അവർ കുടുങ്ങും. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ. സർ, കമ്മീഷൻ റിപ്പോർട്ട് എപ്പോഴാവും സമർപ്പിക്കുക? മാക്സിമം വേഗത്തിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും ചില മൊഴികൾ കൂടി രേഖപ്പെടുത്താനുണ്ട്. സർ, ഈ കേസ് അത്രയ്ക്ക് സിമ്പിൾ അല്ലെന്ന് സാറിനും അറിയാലോ. മാക്സിമം വേഗത്തിൽ 2 കേസ് ഒന്ന് തീർന്നാൽ മാത്രമേ സച്ചിക്കും ഫാമിലിക്കും എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവൂ. സാറിന്റെ റിപ്പോർട്ട് 100% സത്യസന്ധമാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഒരു പാർഷ്യാലിറ്റിയും കൂടാതെ എന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യും. എന്റെ കൺക്ലൂഷൻ സത്യസന്ധമായി ഞാൻ റിപ്പോർട്ട് രേഖപ്പെടുത്തും. കോടതിക്ക് സത്യം മനസ്സിലാക്കാൻ അത് മാത്രം മതി. ഡോക്യുമെന്റ്സ് എല്ലാം ഫ്രോഡാണ് സർ. അത് കമ്മീഷന് പറയാൻ കഴിയില്ലല്ലോ. കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്.